ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനായകനെ കൊണ്ട് അച്ഛൻ സത്യം പറയിപ്പിക്കാനുള്ള പുറപ്പാടിലാട്ടോ. നിനക്കെൻ്റെ മുന്നിൽ സത്യം ചെയ്ത് പറയാൻ പറ്റുമോ വിനായക എന്ന് അച്ഛൻ്റെ വകയൊരു ചോദ്യം. അത് പിന്നെ അന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഗതികൾ അങ്ങനെ ആയിപ്പോയതാ അച്ഛാ. പക്ഷേ അത് അച്ഛനെ അപായപ്പെടുത്താനൊന്നും ആയിരുന്നില്ല എന്ന് വിനായകൻ മാഷിനോട് പറയുന്നു. അപ്പോൾ കൂടുതൽ വിശദീകരണം വേണ്ടെന്നും ചെയ്തോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ അച്ഛാ, എനിക്ക് പോലീസ് അവിടെ വരുമെന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കണ്ട, ചെയ്തു അല്ലെങ്കിൽ ഇല്ല, ഇത് മതിയെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ പറയാൻ ചെയ്തു അല്ലെങ്കിൽ ഇല്ല അത് മാത്രം മതിയെന്ന് അച്ഛൻ വീണ്ടും പറയുമ്പം ചെയ്തു എന്ന് വിനായകൻ പറഞ്ഞു. അച്ഛ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. പിന്നെ മനുഷ്യൻ്റെ തൃപ്തിയായിപ്പോയി. പുറത്തു പോടാ എന്ന് പറയുമ്പം അച്ഛനോട് ഇതെല്ലാം ഏറ്റു പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്. എന്നോട് നന്ദിനി കാര്യമെല്ലാം പറഞ്ഞതാ അച്ഛാന്ന് പറയുമ്പോൾ നിന്നോട് പുറത്തു പോകാനാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് മാഷ് വിനായകനോട് പറയണം. അച്ഛാ, എനിക്ക് നിന്നോട് പുറത്തു പോകാൻ എന്നും പറഞ്ഞു കോട്ടക്കടോ പുറത്തെന്നും പറഞ്ഞുകൊണ്ട് വിനായകനെ തള്ളി പുറത്താക്കി. അച്ഛൻ ഞാൻ പറയുന്നു കേൾക്കച്ച അച്ഛ അച്ഛാന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ കുറേ വിളിച്ചു. പക്ഷേ വിനായകൻ അടിച്ച് പുറത്താക്കി. അച്ഛൻ വാതിലും അടച്ചു. അത് കഴിഞ്ഞ് അകത്താ മനുഷ്യൻ തകർന്ന് തരിപ്പണമായിട്ട് ഇങ്ങനെ നിൽക്കുക. കുറേ വിങ്ങി പൊട്ടി അകത്തിരുന്ന് കരയാട്ടോ താൻ ചെയ്തു പോയ തെറ്റുകളെ പറ്റി ആലോചിച്ച്. അതുപോലെ വിനായകൻ പുറത്തിരുന്നും കരയുന്നു. പുറത്തിരുന്ന് രണ്ടാമത്തെ മോനും അകത്തിരുന്ന് അച്ഛനും കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് നേരം വെളുത്തു അച്ഛൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അമ്മ ഒരുങ്ങുന്നു. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നീ ഇതുവരെ റെഡി ആയില്ലേ നന്ദിനി എന്ന് ചോദിക്കും. ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല അമ്മേ, ഓരോന്ന് ആലോചിച്ചിട്ടേ ഒന്നും അങ്ങ് നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല, വേഗം റെഡിയാകാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നന്ദിനി ഒരുങ്ങാനായിട്ട് പോയി. ആ സമയത്ത് നമ്മുടെ കൊച്ചും അതുപോലെ ശ്രീജയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ആഹാ, ഇതെന്താ കയ്യിൽ ഫ്ലാസ്കൊക്കെ ആയിട്ട് വന്ന് ചോദിച്ചു. അച്ചമ്മയ്ക്ക് ചായ ആണെന്ന് പറഞ്ഞു. അപ്പം മോള് അപ്പോൾ എനിക്കില്ലേ നന്ദിനി ചോദിക്കുമ്പോൾ 2 പേർക്കും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റിസപ്ഷനിലെ പയ്യനോട് പറഞ്ഞപ്പോൾ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു വിശ്വൻ. അതെന്തായാലും നന്നായി വിശ്വേട്ടാ എന്ന് പറഞ്ഞു നമ്മുടെ നന്ദിനി. അപ്പോഴേക്കും ശ്രീജയുടെ കയ്യിൽ ഒരു തരം പൂ ഇരിക്കുന്നത് കണ്ടു. ഇതേതോ കനകാമ്പരോ ഹായ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പം രാവിലെ വെറുതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു. അന്നേരം വാങ്ങി. ഇവിടുത്തെ ഒരു സ്റ്റൈലല്ലേ എന്നൊക്കെ നമ്മുടെ വിശ്വൻ ഇങ്ങനെ പറഞ്ഞു. അന്നേരം ഞാൻ നന്ദിനിക്കുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്, കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂടാവെന്ന് പറഞ്ഞു. അയ്യേ എനിക്കെങ്ങും വേണ്ടാന്ന് പറഞ്ഞു നന്ദിനി. അതെന്താ ചൂടിക്കാൻ മോളെ, ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചു. അമ്മ വേണ്ട അമ്മേ, ഞാൻ ഇതും ചൂടി പുറത്തിറങ്ങി മലയാളം പറയുന്നത് കേട്ടാ ഇവിടെയുള്ളവർ വിചാരിക്കും ഇന്ത പെണ്ണും നല്ലതാ പേസത് ഇവളെപ്പോഴും തട്ടിക്കൊണ്ട് പോകും എന്ന്. അപ്പോൾ അങ്ങനെ നന്ദിനി പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും നിന്ന് ചിരിക്കുക. വിശ്വനും അവിടെ നിന്ന് ഭയങ്കര ചിരി ഇത് കേട്ടിട്ടെ. അപ്പം അത്രയ്ക്ക് കളിയാക്കി ചിരിക്കൊന്നും വേണ്ട, നമ്മുടെ മലയാളികളെക്കുറിച്ച് പുറത്തത്ര മതിപ്പൊന്നും ഉണ്ടാവില്ല എന്ന് ശ്രീജ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറയാട്ടോ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വിനയൻ്റെ കോൾ വന്നു. വിനയേട്ടനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സ്പീക്കർ ഫോണിൽ ഇടാൻ പറഞ്ഞു വിശ്വൻ. വേഗം സ്പീക്കർ ഫോണിൽ ഇട്ടു. അപ്പോൾ നന്ദിനി, ഞാൻ ഇന്നലെ നീ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് പോയി. അതെയോ വിനയേട്ട, ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ, ഫോൺ സ്പീക്കറിലാണേ എന്നിങ്ങനെ നന്ദിനി പറയുമ്പം നന്നായിടി, നിങ്ങൾ തയ്യാറായോ എന്ന് ചോദിച്ചു. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛന് ചായ മേടിക്കാൻ വന്നതാണെന്ന് വിനായകൻ പറയുമ്പം അവിടെ പാത്രം വല്ലതുണ്ടോ വിനായകമെന്ന് ചോദിച്ചു അമ്മ. നേഴ്സ് എനിക്കൊരു ഫ്ലാസ്ക് തന്നു, പിന്നെ ഇന്നലെ രാത്രി വിക്രം ഒരു തൂക്കുപാത്രം മേടിച്ചിട്ടല്ലേ കഞ്ഞി കൊണ്ടുവന്നത്, അതിൽ ഇഡ്ഡലി മേടിക്കാമെന്ന് വെച്ചു എന്നും വിനായകൻ പറയുമ്പം അച്ഛൻ അതൊക്കെ കഴിക്കാമല്ലേ എന്ന് ചോദിച്ചു അമ്മ. അച്ഛനിപ്പോൾ ഒരു കുഴപ്പമില്ല, എന്നാലും ഉഷാറായിട്ടിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ പറയുക. അപ്പോൾ എടാ ഞങ്ങൾ ഉടനെ വന്നേക്കാം കേട്ടോ എന്ന് വിശ്വൻ പറഞ്ഞു. ശരി എന്നാൽ വെക്കുവാണേ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പിന്നെ അല്ല വിനായക, നീ എന്താ നന്ദിനി പറഞ്ഞതുപോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അയ്യോ അതൊന്നുമില്ലമ്മേ, പിന്നെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഉറങ്ങിപ്പോകരുതെന്ന് എന്നോട് പറഞ്ഞായിരുന്നേ, അത് ഓരോ മണിക്കൂറും അലാറം വെക്കണമെന്ന് പറഞ്ഞിരുന്നേ, ഞാനത് ചെയ്തു എന്ന് പറയായിരുന്നു എന്ന് പറയുമ്പോൾ അതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നന്ദിനി. എന്നാൽ പിന്നെ ശരി ഞാൻ കട്ട് ചെയ്യണേ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് വിനായകൻ മേടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു. ആ സമയത്ത് എന്തായാലും അയ്യോ വിനായകൻ ചേട്ടൻ അച്ഛൻ്റെ കാര്യത്തിലെല്ലാം നല്ലതുപോലെ ചെയ്തു, ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ അങ്ങ് അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ കിടന്നിങ്ങനെ ഉരുളുക. അപ്പോൾ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വനും ശ്രീജയും അമ്മയും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എനിക്ക് ചായയില്ലേ ശ്രീജ അടുത്തീന്ന് ചോദിച്ചപ്പം നീ കുടിച്ചോളാൻ പറഞ്ഞു നന്ദിനിക്ക് കൊടുത്തു. അപ്പോൾ ചൂടാണ് കേട്ടോ എന്ന് വിശ്വൻ പറഞ്ഞു. ഒന്ന് തിളച്ചോളം കോരി ഒഴിച്ച് മൊത്തം പൊള്ളിച്ച് വന്നതാണല്ലോ നന്ദിനി. ചൂട് ചായ ഊതി കുടിച്ച് നമ്മുടെ നന്ദിനി ഇങ്ങനെ ഭയങ്കര ചൂടാണേ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവിടെ വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഉരുണ്ട് കളിച്ച് ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞ് വേദയും അതുപോലെ വിക്രവും കൂടി അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുത് ഇങ്ങനെ പതുക്കെ വരുക. അവരെന്നിട്ട് അവിടുത്തെ ഓരോ ഇതിലൊക്കെ കയറി തൊഴുത് പ്രാർത്ഥിച്ചു. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിക്രം ഇങ്ങനെ എന്തോ ഒരു ഇതുപോലെ ഇങ്ങനെ ഫീൽ ചെയ്തതുപോലെ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ വേദം വന്നിട്ട് ചോദിച്ചു എന്തു പറ്റി, എന്തു വിക്രം, എന്താ കാര്യമെന്ന് ചോദിച്ചു.
അപ്പോൾ ഇന്നലെ മുതൽ നമ്മുടെ പുറകിൽ ആരോ ഉണ്ട്, നമ്മളെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് പറയും, അത് വിക്രത്തിന് തോന്നുന്നതാകും എന്ന് പറഞ്ഞു. അപ്പോൾ ശരി നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെന്നിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. കുറച്ച് ദൂരം മാറിയപ്പോൾ വീണ്ടും വിക്രത്തിന് അതേ ഫീൽ ചെയ്തു. വിക്രം എന്നിട്ട് അവിടുന്ന് ഒരു ഒറ്റ ഓട്ടമായിരുന്നു ഈ ഒരു നിഴൽ തോന്നിയിടത്തേക്ക്. അപ്പോൾ വേദ ഇത് കണ്ടിട്ട് വിക്രം വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിന്നാലെ ചെല്ലും. അപ്പോഴേക്കും ഈ ഒളിഞ്ഞു നോക്കിയവൻ്റെ പിന്നാലെ നമ്മുടെ വിക്രം എത്തിപ്പെട്ടു. കുറേ ഓടിച്ചെങ്കിലും അവനെ കിട്ടിയില്ല. അപ്പോഴും വേദ പിന്നാലെ ഓടിച്ചെന്നപ്പോഴത്തേക്കും എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഏത് സമയത്തും ആരോടെങ്കിലും എതിരിടാനുള്ള മനസ്സുമായിട്ട് വിക്രം നടക്കുന്നതെന്ന് വേദ പറഞ്ഞു. അതുകൊണ്ട് തോന്നുന്നതാണെന്നും പറഞ്ഞ് ഇങ്ങോട്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പോഴും അച്ഛൻ അവിടെ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ ഇവർക്കെല്ലാവർക്കും. പക്ഷെ അച്ഛൻ അവിടെ ഇല്ല. അച്ഛൻ മനസ്സും നൊന്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളത് ഇവരാരും അറിയുന്നില്ല. നന്ദിനി അന്നേരത്തേക്ക് ഭയങ്കര ഒരുക്കമൊക്കെ ഒരുങ്ങി വലിയ സെൽഫിയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇത് വിനായകൻ ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിനായകൻ്റെ ഫോണിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. വിനായകനപ്പോഴത്തേക്കും അവിടെ കിടന്ന് ടെൻഷൻ അടിച്ച് ഫോൺ എടുത്ത് ഇവരെ വിളിക്കും കേട്ടോ. നന്ദിനി അന്നേരത്തേക്കും ഈ പൂവൊക്കെ ചൂടി ഇങ്ങനെ നിൽക്കുക. അന്നേരം ഫോട്ടോ അയച്ചത് കണ്ടിട്ടാണ് വിനായകൻ വിളിക്കുന്നതെന്നാണ് നന്ദിനി വിചാരിച്ചത്. ഞാൻ അയച്ച ഫോട്ടോ എങ്ങനെയുണ്ട്, കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിൻ്റെ ഒരു ഫോട്ടോ ഒന്ന് പൊടി എടി അച്ഛൻ അങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചു. ഇങ്ങോട്ടോ? ഇല്ല വന്നില്ലല്ലോ. വന്നില്ലെന്നോ? ഇല്ല വിനയേട്ടാ, ഈ ലോഡ്ജിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്ന് അച്ഛൻ എങ്ങനെ അറിയാനാണ് ചോദിക്കുമ്പം എടി എന്നാൽ അച്ഛനെ കാണാനില്ലെന്ന് പറഞ്ഞു. കാണാനില്ലെന്നോ? നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ എടി ഞാൻ ചായ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അച്ഛൻ മുറിയിലില്ലടി, ബാത്റൂമിലാണെന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം കാത്തിരുന്നു, അവിടെയും ഇല്ലടി. ആശുപത്രി മുഴുവനും ഞാൻ അരിച്ചു പറക്കി നോക്കി, എവിടെയും അച്ഛനെ കാണാനില്ലടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോൺ വിളിച്ച് നോക്കിയോ എന്ന് ചോദിച്ചു. എടി ഫോൺ മുറിയിലുണ്ട്, അച്ഛൻ അത് കയ്യിലെടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടെൻഷനായി. നീ ആ വിശേഷനെയും വിക്രമനും ഒന്ന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ഫോണുമായിട്ട് ഓടി ഇവരുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ വിക്രത്തോടും വേദയോടും കാര്യം പറഞ്ഞു. ഈ സമയത്ത് അമ്മയും വിശ്വനും ശ്രീജയും കൂടെ അകത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവരെയൊന്ന് വാതിൽ കൊട്ടിയത്. വാതിൽ തുറന്നേന്ന് പറഞ്ഞു. ശ്രീജ വാതിൽ തുറന്നു. അച്ഛൻ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഇല്ല, എന്താന്ന് ചോദിച്ചുകൊണ്ട് അമ്മ അങ്ങ് ചെന്നു. എന്താന്ന് ചോദിക്കുമ്പോൾ അതെ വിനേട്ടനെ ഇപ്പോൾ വിളിച്ചത്, അച്ഛനെ ആശുപത്രിയിൽ നിന്ന് കാണാതായെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അന്നേരത്തേക്കും നന്ദിനടുത്ത് ഫോണിൽ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം മേടിച്ച് സംസാരിക്കുക. പറ വിനേട്ട എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിനായകനുള്ള കാര്യങ്ങളെല്ലാം പറയുക, മൊത്തം കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം. അപ്പോഴേക്കും വിക്രം എന്താ അച്ഛന് പറ്റേ എന്ന് ചോദിച്ചാൽ അമ്മ ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും മിഷൻ നീ വന്നേട്ടാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തെയും കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുക. അമ്മ സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. വിക്രം നീ പറ എന്താ പറ്റിയെന്ന് പറ, ഫോണിൽ എന്താ പറഞ്ഞതെന്ന് നീ ഒന്ന് പറയുമ്പോൾ ഞങ്ങളിപ്പോൾ വരാമെന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞവർ പോവും. അപ്പോൾ കൃത്യമായിട്ട് ഒന്നും പറഞ്ഞുമില്ല. അപ്പോൾ എന്താ മക്കളെ കാര്യം പറ നന്ദിനി എന്താ ഉണ്ടായെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അമ്മേ ചായയും വാങ്ങി വിനയുടെ റൂമിൽ ചെന്നപ്പോൾ അച്ഛൻ അവിടെ ഇല്ലെന്ന് പറഞ്ഞമ്മേ, ഫോണും എടുത്തിട്ടില്ലെന്നാണ് പറഞ്ഞ്, ആളെ അവിടെ ഒന്നും കാണാനും ഇല്ലയെന്ന് ഇങ്ങനെ പറയുമോ നന്ദിനി അമ്മയോട്. അന്നേരത്തേക്കും അമ്മ ആകെ തകർന്നു പോയി. കമല അങ്ങനെ തളർന്ന് വീണു. അപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായി. മക്കളെല്ലാവരും കൂടെ ചുറ്റിനും ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അമ്മ പേടിക്കാനൊന്നും ഇല്ലെന്നേ, ചിലപ്പോൾ അടുത്തുള്ള കടയിലേക്കോ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കുമോ നീ, അച്ഛൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരുമല്ലോ, അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു. വേദ അമ്മയെ സമാധാനിപ്പിക്കുക. മാഷേ എന്ന് വിളിച്ച് കമല ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും വിശ്വനും വിക്രവും കൂടി ഓടി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ വേദയുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഇവർ വിവരങ്ങളെല്ലാം ചോദിക്കുക അവിടുത്തെ റിസപ്ഷനിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഒരു പേഷ്യൻ്റ് അവിടെ നിന്ന് എങ്ങോട്ട് പോയി എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ അച്ഛൻ പുറത്തേക്ക് പോകുന്നത് കണ്ടു എന്ന് അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറയുകയും ചെയ്തു. അപ്പോൾ നിങ്ങളിവിടുത്തെ ബില്ല് ക്ലിയർ ചെയ്യുക, എന്നിട്ട് പോലീസിൽ പരാതി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ മാത്രമേ ഇതാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ പോലീസിൽ ഇവർ പരാതി കൊടുത്തു. അപ്പോൾ അവിടുത്തെ ക്യാമറയിൽ അച്ഛൻ റോട്ടിലൂടെ നടന്നു പോകുന്നത് കണ്ടുവെന്നും അതിനുശേഷം മറിച്ച് മാറിയുള്ള കടയിൽ ആ വിഷയത്തെ അങ്ങനെ ആ ഒരു വിഷ്വൽസും കാര്യങ്ങളും ഇല്ല. അതിൻ്റെ അർത്ഥം അവിടെ വെച്ച് അച്ഛൻ മിസ്സായി എന്നല്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ എൻ്റെ കൂടെ വണ്ടിയിൽ കയറി ഒന്ന് അന്വേഷിക്കാം, അത് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സാർ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ തന്നെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. എന്തിനാ പോലീസിനോട് ചോദിച്ചത്, അല്ലെങ്കിൽ പോലീസിനോട് പറയുന്നത് എന്തിനാണെന്നൊക്കെ ഇവർ കൃത്യം കാര്യങ്ങൾ പറഞ്ഞത് അവിടുത്തെ പോലീസുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവരങ്ങനെ ഇവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അപ്പോൾ വേദ പറഞ്ഞു സാർ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ സങ്കടം കൊണ്ട് പറയുന്നതെന്ന് പറയുമ്പം നിങ്ങളെ ആദ്യം ഒരു പെറ്റീഷൻ എഴുതി കൊടുക്കുക, അതിന് ശേഷം എന്നാന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വേദ പറഞ്ഞു ഞാനൊരു അഡ്വക്കേറ്റാണ്, അച്ഛനെ ആരോ തട്ടിക്കൊണ്ട് പോയതാണെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ വേദ പറഞ്ഞു. അപ്പോൾ കടത്തപ്പെട്ടതെന്ന് ചോദിച്ചുകൊണ്ട് അയാൾ ആരാ അത് ചെയ്തതെന്ന് ചോദിച്ചു. അതറിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ സാറെന്ന് വേദ അന്നേരം SI യോട് ചോദിച്ചു. ശരി നിങ്ങൾ പോയിക്കോ, ഞാൻ അരമണിക്കൂറിനുള്ളിൽ അങ്ങോട്ട് വന്നേക്കാം, നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വേദയും വിക്രവും പോയി. തൊട്ടടുത്ത നിമിഷം പോലീസുകാർ അങ്ങോട്ട് എത്തി. അപ്പോൾ വിശ്വനും വിനായകനും അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ അവർ വന്നു, അവിടുത്തെ ആൾക്കാരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. പിന്നെ അദ്ദേഹം കിടന്ന മുറിയിൽ ചെന്ന് നോക്കി. പിന്നെ വിനായകനായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നത്, വിനായകനെ വിളിപ്പിച്ചു. അപ്പോൾ
നിങ്ങൾ അച്ഛൻ്റെ കൂടെ ഇല്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല സാർ ഞാൻ പുറത്താണ് കിടന്നതെന്ന് വിനായകൻ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛന് തനിയെ കിടന്നാൽ മാത്രമേ ഉറക്കം വരുള്ളൂ എന്ന് വിനായകൻ പറയും കേട്ടോ. അപ്പോൾ CCTV റൂം എവിടെയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അത് റിസപ്ഷനിൽ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനായകൻ ഇങ്ങനെ പറയാം. അപ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് വിനായകനെയും കൂട്ടിക്കൊണ്ട് ഇവർ അങ്ങോട്ട് പോകണം. വിക്രവും വിശ്വനും വേദയൊക്കെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ പോലീസുകാരും ഇവരെല്ലാവരും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹോസ്പിറ്റലുകാർക്കും ഭയങ്കര ഒരു ഇതുപോലെ. അപ്പോൾ അതിൻ്റെ ആൾ പുറത്ത് പോകുന്നതിൻ്റെ വിഷ്വൽസ് കാണിക്കാനായിട്ട് SI അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഇറങ്ങി പോകുന്ന വീഡിയോ കാണിച്ചു. അപ്പോൾ ഇയാളുടെ വീട്ടുകാരൊക്കെ എവിടെയാണ് ഉള്ളതെന്ന് SI ചോദിക്കുക. അപ്പോൾ റൂമിലുണ്ടെന്ന് പറഞ്ഞു. ശരി നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ അങ്ങോട്ട് പോവുക. ഈ സമയത്ത് അമ്മ അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അമ്മയുടെ പുറവും തിരുമ്മി കൊടുത്ത് ശ്രീജ തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ വിക്രം ഓടി ഇവരുടെ അടുത്തേക്ക് കയറി ചെന്ന് അമ്മയെ വിളിച്ചു. അപ്പോൾ മാഷ് എവിടെയാണ് മോനെ പോയതൊന്ന് പറയടാ, എന്തെങ്കിലും അറിഞ്ഞോടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പം അവർ അന്വേഷിക്കുന്നുണ്ട് അമ്മയെ, പോലീസിൽ പറഞ്ഞിട്ടുണ്ട്, അതിനുവേണ്ടി ഒന്ന് കാണണമെന്ന് പറഞ്ഞെന്ന് പറയുമ്പോൾ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവരെയും കൂട്ടിക്കൊണ്ട് വിക്രം നേരെ പോലീസിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ പോലീസിൻ്റെ അടുത്ത് എല്ലാവരും വന്നിങ്ങനെ നിൽക്കുമ്പോൾ എല്ലാവരും ഒന്ന് നിരന്ന് നിൽക്കാൻ SI പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യണം. അപ്പോൾ ആളെ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുമായിട്ട് വഴക്കോ മറ്റോ ഉണ്ടായോ എന്നൊക്കെ കമലയോട് ചോദിക്കുക SI. അപ്പോൾ അയ്യോ ഇല്ല സാർ, ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഇടാറില്ല സാർ എന്ന് കമല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് നിങ്ങളോട് ആൾ സംസാരിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പം സംസാരിച്ചിരുന്നു എന്ന് കമല പറഞ്ഞു. അപ്പോൾ എന്തെങ്കിലും പറയാൻ മറ്റോ ചെയ്തോ എന്ന് ചോദിക്കുമ്പം പ്രത്യേകമായിട്ടൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും പറഞ്ഞില്ലേ എന്ന് SI ചോദിക്കുമ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ ആകെ സ്തംഭിച്ച് നിൽക്കുക കേട്ടോ. നിങ്ങൾ ഓർക്കൂ, നിങ്ങൾക്ക് ഓർമ്മ വരും, നിങ്ങൾ ഓർക്കൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ വിക്രത്തിൻ്റെ നേരെ നോക്കുവാണ് കമല. അപ്പോഴത്തേക്ക് വിനായകന് പേടിയായി. അത് പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ഈ വിക്രവുമായിട്ട് അച്ഛനൊരു പിണക്കം ഉണ്ടായിരുന്നേ, അത് മാറിയത് ശരിക്കും ഇന്നലെയാണ് എന്ന് ഈ നന്ദിനി ഇടയ്ക്ക് കയറി പറയുമ്പോൾ വഴക്കുണ്ടായിരുന്നോ, അച്ഛനും മോനും തമ്മിൽ വഴക്കായിരുന്നോ, അത് എന്നാ കാരണം എന്ന് അദ്ദേഹം ചോദിക്കുക. ആ സമയത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ നോക്കുക കേട്ടോ. മൊത്തം കയ്യിൽ നിന്ന് പോയി, നന്ദിനി നശിപ്പിച്ചു എല്ലാം. അപ്പോൾ കാര്യം പറയാൻ പറഞ്ഞു. അപ്പം എവിടെ നിന്നാണ് ഒരു തുമ്പ് കിട്ടുന്നതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ സാർ അപ്പോൾ അത് സൺഡേ വഴക്കൊന്നുമല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നതാണെന്ന് ഈ SI ചോദിച്ചു വിശ്വനോട്. അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പം ഞാൻ പറയാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം കാര്യം പറയാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും അച്ഛനെ കാണാതായി. വിനായകൻ അച്ഛനോടെല്ലാം പറഞ്ഞെല്ലാം ഇതായി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഇതിനങ്ങ് ഇറങ്ങിപ്പോയതാണ്. പക്ഷെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. ഇനിയിപ്പോൾ എന്താണ് ഇവർക്കിടയിലുള്ള കാര്യമെന്ന് നമ്മുടെ വിക്രം പോലീസുകാരോട് പറയാൻ ഒരുങ്ങുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇതിൻ്റെ പേരിൽ കാത്തിരിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും സീ യു.